നമസ്കാരം. ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിക്കുന്നത് കേരളത്തിൽ ഒരു പുതിയ വാർത്തയല്ല. പക്ഷേ കുറേ ഫുഡ് ബ്ലോഗർമാർ അങ്ങേ അറ്റത്ത് പുകഴ്ത്തിക്കൊണ്ട് എത്തിച്ച കുറേ ഹോട്ടലുകളും വഴിയോര കടകളും തട്ടുകടകളും ഒക്കെ ഇവിടെയുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ പഴകിയ ഭക്ഷണം പിടിക്കുന്നത് വലിയൊരു വാർത്തയായിട്ട് മാറിയിട്ടുണ്ട്. പറഞ്ഞു അയ്യോ, ലോകത്തിൽ എവിടെയും കിട്ടാത്ത രുചി ഇവിടെയാണ്, വൃത്തി ഇവിടെയാണ്, വിലക്കുറവ് ഇവിടെയാണ്, വിഭവങ്ങൾ ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് നീട്ടി പരത്തിയിട്ട് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളെയൊക്കെ അങ്ങോട്ടേക്ക് വരുത്തും. അവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും അവിടുത്തെ യഥാർത്ഥ അവസ്ഥ കാണുന്നത്. അടൂര് അമ്മച്ചിക്കട എന്നൊരു ഹോട്ടലുണ്ട്. അതൊരു ഹോട്ടലിന്റെ സെറ്റപ്പ് പോലും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്. വളരെ അധികം പ്രചാരമാണ് ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ആ ഒരു ഹോട്ടലിന് കൊടുത്തത്, ആ ഒരു ഭക്ഷണശാലയ്ക്ക് കൊടുത്തത്. ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇന്നലെ പിടിച്ച പഴകിയ ഭക്ഷണ സാധനങ്ങൾ കാണണമായിരുന്നു. എൻ്റെ ആറ്റുകാൽ അമ്മച്ചി പെറ്റ തള്ള സഹിക്കത്തില്ല. അഴുകിയതും പുഴുത്തതും നാറിയതും ഉണക്കമീനൊക്കെ ചീഞ്ഞ് നാറുകയായിരുന്നെന്നാണ് അതിൻ്റെ റിപ്പോർട്ടർ പറഞ്ഞത് പ്രകാരം. നമ്മളത് മണപ്പിച്ച് നോക്കിയോന്ന് ചോദിച്ചാൽ ഇല്ല. അതിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. എല്ലാം വലിയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളിലാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. നാളുകളായിട്ടുള്ള പൂത്ത് നാറിയ അച്ചാറ്, പിന്നെ ഈ പഴങ്കഞ്ഞി കുടിക്കാനൊക്കെ ഹോട്ടലുകളിൽ പോകുന്ന ആളുകളെ പച്ച മടൽ വെട്ടി അടിക്കണം. സ്വന്തം വീട്ടിൽ ഒരു കാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു ഭക്ഷണ വിഭവമാണല്ലോ ഈ പഴങ്കഞ്ഞി. എൻ്റെ പൊന്നു മനുഷ്യരെ, നമ്മൾ എന്നും കഴിക്കുന്ന ചോറ് അത് തലേദിവസം ഇച്ചിരി വെള്ളത്തിലിട്ട് 2 ചുവന്നുള്ളിയും ചതച്ചിട്ട് ഒരു പച്ചമുളകും കീറിയിട്ട് കുറച്ച് തൈരും ഉപ്പും കൂടിയിട്ട് ഇളക്കി കഴിച്ചാൽ വയറിനും മനസ്സിനും ഒരു സുഖമല്ലേ? കണ്ടവരുടെ പഴകിയ പഴങ്കഞ്ഞി ചെന്ന് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ കുടിക്കാൻ പോകുന്നവർക്ക് ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ ലോകത്തെങ്ങും കിട്ടാത്തതാണെന്നൊക്കെ പറഞ്ഞ് പഴങ്കഞ്ഞി കുടിക്കാൻ വലിയ തുകയും മുടക്കിയിട്ടൊക്കെ ചെല്ലുന്നവർക്ക് ഇങ്ങനെ 2-3 അനുഭവം കിട്ടിയാലും തരക്കേടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടൂർ അമ്മച്ചിക്കടയിൽ നിന്ന് പിടിച്ച വിഭവങ്ങളാണിതൊക്കെ. സ്വാദിഷ്ടമെന്ന് നമ്മൾ കരുതി പോയി കഴിക്കുന്ന പഴങ്കഞ്ഞിയും കെട്ട മീനുകൾ. ഞാൻ ഇതിനു മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച്. ഈ തീരെ ചെറിയ ഹോട്ടലുകളൊക്കെ ചെന്നിട്ട് അവർക്കൊരു സഹായമാണ് എന്ന് കരുതി നന്മമരം ചമയുന്ന കുറേ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. ആരും ചെല്ലാത്ത ഹോട്ടലാണ്, ആകെ 2 കിലോ അരിയുടെ ചോറാണ് വേവിക്കുന്നത്, ആരെങ്കിലും ഒക്കെ വന്ന് കഴിച്ച് സഹായിക്കണമെന്നൊക്കെ പറയും. നല്ല വൃത്തിയുള്ള ഹോട്ടലുകളാണെങ്കിൽ അവിടെയൊന്നും ചെന്ന് കഴിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എല്ലാവർക്കും പോയി കഴിക്കാം, ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ അവിടെ മിക്ക സ്ഥലങ്ങളിലും വൃത്തിയെന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. അവർക്കൊന്നും വേസ്റ്റ് വെള്ളം കളയാനുള്ള കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളില്ല. വേസ്റ്റ് മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്ന ഇടത്തൊക്കെയാണ് വേസ്റ്റ് വെള്ളം ഒഴിക്കുന്നതും. അവിടെ പിന്നെ ഈച്ചയും കൊതുകും പെരുകി പ്രാണികളും പാറ്റകളും എലികളും വരെയാണ് ഈ ഭക്ഷണ സാധനത്തിലൂടെ ഒക്കെ ഓടിപ്പോകുന്നത്. എത്ര ഇടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്ന ഇടങ്ങളിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് കഴിച്ചു വന്ന, നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് പോകുന്നിടത്തെല്ലാം നമുക്കിപ്പോൾ ആഹാരവും കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകാൻ പറ്റില്ല. അല്ലാതെ ഇവർ പറയുന്നതും കേട്ട് തിന്നാൻ ചെന്നാൽ വയറിന് നല്ല പണി കിട്ടും. അടുത്ത ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ വയറത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത്രേ പറയാനുള്ളൂ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരു ഹോട്ടലിനെ കുറിച്ച്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ബോർഡർ ചിക്കൻ എന്നും പറഞ്ഞൊരു, അതിന് തെറിയേ പറയാൻ പറ്റുള്ളൂ, ഒരു സംഭവം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. തെങ്കാശി പോകുന്ന വഴി, കുറ്റാലം പോകുന്ന വഴിക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളി ഫുഡ് ബ്ലോഗേഴ്സും ചെന്നൊരു ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു ഹോട്ടലാണത്. എൻ്റെ പൊന്നോ, അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും വയ്യ. അവിടോട്ട് കയറിയ ഈച്ചയില്ലാത്ത ഒരു സൂചി കുത്താനുള്ള സ്ഥലം അവിടെ ഇല്ല. എല്ലായിടത്തും ഈച്ച നിറഞ്ഞിട്ട് ഏത് വിഭവമാണെന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന ജോലിക്കാരുടെ എല്ലാം വിയർപ്പൊലിച്ച് വീണുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ബിരിയാണി ചെമ്പിനകത്തോട്ടും ഈ ചിക്കൻ ഫ്രൈഡകത്തോട്ടും ഒക്കെയാണ്. അതുകൊണ്ട് ഉപ്പിന് കുറവൊന്നും വരത്തില്ല. ഞാൻ നിങ്ങളെ അറപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതൊക്കെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ്. ഞാൻ വൃത്തി എന്ന് പറയുന്ന സാധനം, റഹ്മത്ത് ഹോട്ടൽ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്, അടുത്തുകൂടെ പോലും പോയിട്ടില്ല. ഒരു രുചിയില്ലാത്ത ഭക്ഷണമാണ്. അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്നവർക്കെല്ലാം മിക്കവാറും വയറിന് പ്രശ്നങ്ങളുമായിട്ട് അടുത്തുള്ള ആശുപത്രികളിൽ ചെല്ലുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ നമ്മുടെ ഒരു ധാരണ, ഈ ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ ഓസിന് ആഹാരം കിട്ടും, വയറ് നിറച്ച് വലിച്ചു വാരി തിന്നുകൊണ്ടാണ് നമ്മളോട് ഇതൊക്കെ പറയുന്നത്, ഈ ഫുഡിന് റിവ്യൂ തരുന്നതെന്നൊക്കെ, ഈ ഫീഡ്ബാക്ക് തരുന്നത്. പക്ഷെ അതുമല്ല സംഭവം. ഇവന്മാർക്ക് പൈസയാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. എനിക്ക് കോൾ വന്നിട്ടുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട്, ഇത്ര രൂപ തരാം, ഇന്ന വീഡിയോ ഇത്ര 1000 ഓടിയാൽ, ഇത്ര ലക്ഷം വ്യൂസ് വന്നാൽ ഇത്ര 1000 രൂപ നിങ്ങൾക്ക് തരാം, എന്നിട്ട് ഭക്ഷണം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇവരാരെങ്കിലും, ഈ ഫുഡ് ബ്ലോഗേഴ്സ് ആരെങ്കിലും ചെന്നിരുന്ന് മേശ നിറച്ച ആഹാരങ്ങൾ ഓർഡർ ചെയ്യുമല്ലോ. ഇത് ചിക്കൻ ഒലത്തിയത്, ചിക്കൻ പിച്ചിപ്പറിച്ചിട്ടത്, മീൻ വറുത്തത്, പൊരിച്ചത്, തളർത്തിയത്, വടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പരിചയപ്പെടുത്തുമല്ലോ. എന്നിട്ട് ഇതെല്ലാം ഇവരിരുന്ന് കഴിക്കുന്നത് നമ്മളെ കാണിക്കാറുണ്ടോ?
അവിടുന്നും ഇവിടുന്നും ഒക്കെ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ലാതെ ഇവരാരും മുഴുവനായിട്ടും കഴിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഒരു ബിരിയാണി മുഴുവനായിട്ടും കഴിക്കാനേ നമുക്ക് പറ്റത്തില്ല, ഇത്രയും വിഭവങ്ങൾ എങ്ങനെ കഴിച്ചു? നമ്മുടെ വിഡ്ഢിത്തരമാണത്. അവരിതൊന്നും കഴിക്കുന്നില്ല. ഇതൊക്കെ ഡിസ്പ്ലേക്ക് കൊണ്ട് അവരുടെ വിഭവങ്ങളൊക്കെ 10-100 വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിൽ 1-2 സാധനങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ടേസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇവർ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലാതെ ഇവർക്കൊന്നും വയറിന് ഒരു കേടും സംഭവിക്കുന്നില്ല. നമ്മളല്ല ഇത് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു ഇന്ന വിഭവങ്ങളൊക്കെ നല്ലതാണ്, നമുക്കും പോയേക്കാം. കാശ് മുടക്കി, വണ്ടിക്കൂലി മുടക്കി, എത്രായിരം രൂപ ആഹാരത്തിന് വേണ്ടി മുടക്കി ഇവിടെ വരികയാണ്. എന്നിട്ട് മിച്ചം നമ്മുടെ വയറ് കേടാകുന്നതും. ലോകത്തിൽ എവിടെയുള്ള ആഹാരം വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ദൈവസഹായത്താൽ പാചകം ചെയ്ത് കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ചന്തകളിലും ഒക്കെ ചെന്നാൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. ഒരുമാതിരിപ്പെട്ട ഭക്ഷണ വിഭവങ്ങളുടെ എല്ലാം പാചകം ചെയ്യുന്ന വിധം നമുക്കിന്ന് യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ലഭ്യമാണ്. അത് നോക്കി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഹോട്ടലിനെ ആശ്രയിച്ചേ തീരൂ എന്നുള്ള സമയത്ത് വെജിറ്റേറിയൻ ഫുഡ് മാത്രം പരമാവധി കഴിക്കുക. അതും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹോട്ടലിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, അവിടുത്തെ വൃത്തി നോക്കിയിട്ട് കഴിക്കുക. ആഹാരത്തിന് ഇത്തിരി രുചി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, ഇത്തിരി ഉപ്പോ മുളകോ എരിവോ പുളിയോ ഒക്കെ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടിപ്പോയാലും കുഴപ്പമില്ല. വൃത്തിയുള്ള ഇടമാണെങ്കിൽ അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി ഒരു ഹോട്ടലിൽ ചെന്ന് കയറി കഴിയുമ്പോൾ അവിടുത്തെ ബാത്റൂമിൽ ആദ്യം പോവുക. അവിടുത്തെ ശൗചാലയം നല്ലതായിട്ട് കിടക്കുകയാണെങ്കിൽ, ശുചിമുറി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ അടുക്കളയും വൃത്തിയുള്ളതായിരിക്കും പരമാവധി. ചിലയിടങ്ങളിൽ ആ ഒരു ബാത്റൂമിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ആഹാരം കഴിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹമേ നശിക്കും. ഒരാഴ്ചത്തേക്ക് പിന്നെ നമുക്ക് കഴിക്കണമെന്ന് തോന്നത്തില്ല. അതുകൊണ്ട് വയറ് നമ്മുടേതാണ്, പണം നമ്മുടേതാണ്. പണം പിന്നെയും ഉണ്ടാക്കാം. വയറിനകത്ത്, ഈ ശരീരത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് അവയവങ്ങളുണ്ട്. അതിനെയൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നാട്ടുകാർക്കൊന്നും രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ അതൊക്കെ കേടായാൽ ഡോക്ടർമാർക്കും മരുന്നിനും പോലും അതിനെ ഒന്നും രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ ആരോഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാം വലിച്ചു വാരി തിന്നും. ചെറുകുടലും വൻകുടലും ഒക്കെ ഇത്രയും പോകുന്ന വീതിയുള്ള ഓരോ ട്യൂബുകളാണ്. അതെല്ലാം ഞെങ്ങി ഞെരുങ്ങി ഇരിക്കുകയാണ്. അതിനൊക്കെ താങ്ങാൻ കഴിയാവുന്നതിനേക്കാളും കൂടുതൽ എരിവും പുളിയും അമിതമായിട്ടുള്ള ആഹാരവുമാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചെന്ന് ഒരു ദിവസം എവിടെ നിൽക്കുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വയററിഞ്ഞ്, നമ്മുടെ പോക്കറ്റ് അറിഞ്ഞ്, വൃത്തിയുള്ള ഇടത്തിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുക. പരമാവധി നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിലെ ആഹാരത്തെ മാത്രം ആശ്രയിക്കുക. പ്രത്യേകിച്ച് ഈ പഴയ ആഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, പിന്നെ പഴയ തലേ ദിവസത്തെ ബീഫ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അതിന് പ്രചാരം കൊടുത്തിരിക്കുകയാണ്. അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. കേരളത്തിൽ, ഇന്ത്യയിൽ ആകെ പഴയ ബീഫ്, തലേ ദിവസത്തെ ബീഫ് ഉണ്ടാക്കിയത് ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. ആ കടക്കാരുടെ ഒരു ലാഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി വരുന്ന ബീഫിനെ രാവിലെ എടുത്ത് ചൂടാക്കിയാൽ അതും ക്യൂ നിന്ന് കഴിക്കാൻ ആളുകൾ, അതിനും ഡിമാൻഡ്. അതൊക്കെ അതേ വിറ്റ് കാശാക്കാൻ ഹോട്ടലുകാർ. അവരെ എന്തിനാ കുറ്റം പറയുന്നത്? ഇവിടുത്തെ ഭക്ഷ്യവകുപ്പിൻ്റെ പരിശോധനകൾ എത്രത്തോളമാണ്? എത്രയിടത്ത് അവർ പരിശോധന നടത്തും? തിരുവനന്തപുരം ജില്ലയിലോട്ടൊക്കെ വന്നാൽ തട്ടുകട മുട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വഴിയോരക്കടകളൊക്കെ കുറേയൊക്കെ ആ കോർപ്പറേഷൻ പരിധിയിലുള്ളതൊക്കെ നീക്കം ചെയ്തെന്ന് കേട്ടു. അല്ലാതെ തന്നെ ഇങ്ങോട്ട് വന്നാൽ, ഗ്രാമപ്രദേശങ്ങളിലോട്ടൊക്കെ വന്നാൽ പോലും, സിറ്റിയിലാണെങ്കിൽ പോലും കുറേയിടത്ത് ഇനിയുമുണ്ട് ഒരുപാട് തട്ടുകടകൾ. ഹോട്ടലിനെ വെല്ലുന്ന തരത്തിൽ വലുപ്പത്തിൽ എല്ലാം വലിച്ചു കെട്ടി, ഷെഡ് പോലെയൊക്കെ കെട്ടി കുറേ കസേരയും നിരത്തിയിട്ടിട്ട് എന്തൊക്കെ വിളമ്പുന്നതെന്ന് അവർക്കറിയത്തില്ല, ഈ കഴിക്കുന്ന ആളുകൾക്കും അറിയില്ല. ആരൊക്കെ എന്തൊക്കെയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പറയുന്നു, അവിടുത്തെ കൊള്ളാം, ഇവിടുത്തെ കൊള്ളാം, അത് കൊള്ളാം, ഇവിടെ കൊള്ളാം, പൊട്ടിത്തെറിച്ചത്, പൊട്ടിത്തെറിക്കാത്തത്, അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ആഹാര സാധനങ്ങളുടെ പേരും പറയും. ഒരു കൗതുകത്തിന് കഴിക്കാൻ ചെന്ന് കയറിയും കൊടുക്കും. എന്തിനാ നമ്മുടെ പൈസ ഇല്ലാതാക്കുന്നത്, ആരോഗ്യം ഇല്ലാതാക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് പഴങ്കഞ്ഞിക്കട, അമ്മച്ചിയുടെ കട, വീട്ടിലെ ചോറ്, വീട്ടിലെ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ബോർഡുകൾ കാണും. അതൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതമാർഗമായിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനമാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പേര് പറഞ്ഞ് കുറേ സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കഴിച്ച് കഴിഞ്ഞ് ചെന്ന് ബില്ല് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറയും. നമ്മുടെ മാന്യത കൊണ്ട് നമ്മൾ ഏതായാലും 100 രൂപയിൽ കുറയാത്ത സംഭാവന കൊടുക്കും. അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ടീമുകളുമുണ്ട്. അതുകൊണ്ട് പരമാവധി പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക, വെള്ളം പുറത്തുനിന്ന് കുടിക്കാതിരിക്കുക, നമ്മുടെ തന്നെ വീട്ടിലെ ആഹാരത്തെ ആശ്രയിക്കുക. കഴിക്കേണ്ടി വന്നാൽ ഉറപ്പുള്ളതും വൃത്തിയുള്ളതുമായ, നമുക്ക് പരിചയമുള്ള ഹോട്ടലുകളിൽ നിന്ന് മാത്രം വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക.